ഇപ്പൊ നമ്മളോട് ടെക്സ്റ്റ് ബോക്സ് യൂസ് ചെയ്തിട്ട് ഒരു ഹെഡിങ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഹോമില് ടെക്സ്റ്റ് ബോക്സ് എടുക്കാം. ദെൻ ഹെഡിങ് പറഞ്ഞേക്കുന്നത് മോസ്റ്റ് റിട്ടേൺഡ് പ്രൊഡക്റ്റ് ടൈപ്പ് എന്ന് കൊടുക്കാനാ. മോസ്റ്റ് റിട്ടേൺഡ് പ്രൊഡക്റ്റ് ടൈപ്പ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെയും വേണമെങ്കിൽ എന്താ ഇതിന്റെ സൈസ് ചേഞ്ച് ചെയ്യാം, ഫോണ്ട് ചേഞ്ച് ചെയ്യാം, അങ്ങനെയൊക്കെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, വേണമെങ്കിൽ ഈ ഹെഡിങ് പോലെ ഇവിടെയും കൊടുക്കാം. ഇവിടെ കൊടുക്കുമ്പോൾ എന്തായിരിക്കും, ഓർഡേഴ്സ് ആയിരിക്കും വരുന്നത്. അപ്പം ഇത്രയും ചെയ്തു. നെക്സ്റ്റ് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, നെക്സ്റ്റ് വേറൊരു അസൈൻമെന്റ് ആണ്. ഇത്ര നേരം നമ്മൾ ചെയ്തത് ഏതാ, ഡാഷ്ബോർഡ് എന്ന് പറയുന്ന പേജിലാണ്. ഇനി നമ്മൾ കസ്റ്റമർ ഡീറ്റെയിൽ എന്ന് പറയുന്ന പേജ് എടുക്കാം. അതിലെന്താ, വീണ്ടും ഒരു കാർഡ് എടുത്തിട്ട് ഫുൾ നെയിം, കസ്റ്റമർ ലുക്കപ്പ് ടേബിളിൽ ഫുൾ നെയിം എന്ന് പറയുന്ന ഒരു കോളം ഉണ്ട്, അത് ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വീണ്ടും എന്താ ചെയ്യേണ്ടത്, ഫിൽട്ടർ ചെയ്യണം. അതിൽ നിന്ന് ടോപ്പ് 1 ആയിട്ടുള്ള കസ്റ്റമറിനെ സെലക്ട് ചെയ്യുന്നു. എന്തിന്റെ ബേസിൽ, ടോട്ടൽ റവന്യൂന്റെ ബേസിൽ. ദെൻ ഫോർമാറ്റിൽ ചെന്നിട്ട് ഫോണ്ടും സൈസ് ഒക്കെ മാറ്റാം. അതുപോലെ തന്നെ വീണ്ടും 2 കാർഡ് സെലക്ട് ചെയ്യുക. ഒരു കാർഡില് ഫീൽഡ് എന്താ കൊടുക്കേണ്ട, ടോട്ടൽ ഓർഡേഴ്സും, അടുത്ത കാർഡിൽ ഫീൽഡ് ടോട്ടൽ റവന്യൂയും കൊടുക്കുക. ഫോർമാറ്റ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കളറൊക്കെ മാറ്റാം. ഹെഡിങ്സും വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പം ഈ 3 കാർഡ് നമുക്കിപ്പോ ആഡ് ചെയ്യാം കസ്റ്റമർ ഡീറ്റെയിൽ എന്ന് പറയുന്ന പേജിൽ. കസ്റ്റമർ ഡീറ്റെയിൽ എടുക്കാം, കാർഡ് എടുക്കാം. ഫസ്റ്റ് നമ്മളെടുത്ത് ഫുൾ നെയിം ആണ് ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഫുൾ നെയിം ആഡ് ചെയ്യാം. ഫിൽറ്റേഴ്സില് ടോപ്പ് പെൻ എടുക്കാം, 1 കൊടുക്കാം. ഇവിടെ റവന്യൂന്റെ ബേസിലാണ് ഞാൻ ചെയ്യുന്നത്, ടോട്ടൽ റവന്യൂന്റെ. ദെൻ ടോട്ടൽ റവന്യൂ എടുക്കാം, അപ്ലൈ ഫിൽറ്റർ കൊടുക്കാം. ഓക്കെ, അപ്പൊ ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു കസ്റ്റമറിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് അവര് നമ്മളോട് വീണ്ടും കാർഡ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതില് ടോട്ടൽ ഓർഡേഴ്സ്, വീണ്ടും കാർഡ് എടുത്തിട്ട് അതില് ടോട്ടൽ റവന്യൂ. ഇനി വേണമെങ്കിൽ നേരത്തെ ടെക്സ്റ്റ് ബോക്സ് യൂസ് ചെയ്ത് ഹെഡിങ്സ് കൊടുത്ത പോലെ വേണമെങ്കിൽ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മളോട് ആഡ് ചെയ്യാൻ പറഞ്ഞത്. ഇനി ഫോർമാറ്റിൽ വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ ഇതുപോലെ ആക്കാം. അപ്പൊ നമുക്ക് ആ ഒരു പേജിന് കുറച്ചുകൂടി ഭംഗിയുണ്ടാവും, സെയിം തീം തന്നെ ഫോളോ ചെയ്യുമ്പോൾ.